വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. നമ്മൾ കുറേ ആയി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ മാരിനേഷൻ്റെ പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഞാനിവിടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇടുന്നുണ്ട്. ഇനി കുരുമുളക് പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് വിനീഗറോ ഉപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ ചേർക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ ചിക്കനിലേക്ക് നന്നായിട്ട് ഈ മസാലയെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും ഈ മസാലകളൊക്കെ നല്ല ഇൻഫ്യൂസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനാവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ പീസസും ആ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരുന്നവരെ നല്ല രീതിക്ക് തന്നെ വേവിച്ച് ഫ്രൈ ചെയ്യും. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ആയി വരാൻ നമുക്ക് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അടുത്ത ബേണറിൽ റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ഞാൻ കുറച്ച് ഗീ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് സ്പൈസസ് എടുക്കുന്നുണ്ട്. ആ സ്പൈസസ് ഏതൊക്കെ എടുത്തെന്നുള്ളത് ഞാൻ സൈഡിൽ നോട്ട് ചെയ്തേക്കാം. അപ്പോൾ അതേപോലെ ഞാൻ ആ സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്ന 4 കപ്പ് ബിരിയാണി റൈസാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് ഈ 4 കപ്പ് അരിക്ക് ഞാൻ 8 കപ്പ് വെള്ളമാണ് ഇതിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണം, അതാണ് കണക്ക്. ഇനി 1 ടീസ്പൂൺ നെയ്യ് അതിലൊഴിക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. റൈസൊക്കെ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ നോർമലി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുകയാണ്. ഇത് ഈ ബിരിയാണിയുടെ സ്പെഷ്യലൊന്നും അല്ല കേട്ടോ. എനിക്ക് മല്ലിയില കിട്ടാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മല്ലിയില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്യുക. കാരണം ബിരിയാണിക്ക് മല്ലിയിലയാണ് മോസ്റ്റ്ലി ആഡ് ചെയ്യാറ്. അപ്പോൾ ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് റൈസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ സ്റ്റേജ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നന്നായി ഫ്രൈ ചെയ്തിട്ട് നമുക്കതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാണ്. ഏതൊക്കെ സ്പൈസസ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ സൈഡിൽ നോട്ട് ചെയ്തേക്കാം. ഇനി അത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതൊന്ന് അതിൻ്റെ ഷാജീരൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 4 ഉള്ളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. അത് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം 1 ടീസ്പൂൺ നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് ആഡ് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കിയാണ്. ഇതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 കുടം വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 3-4 പച്ചമുളകുമാണ്. അത് ആഡ് ചെയ്തിട്ട് നല്ല പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് കിട്ടണം. ഇനി ഉള്ളി നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. അതിനുശേഷം ചിക്കൻ മസാല ഞാൻ 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇത്രയേ ഇടുന്നുള്ളൂ. ഇനി നമ്മളിത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ആ മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ആ തക്കാളി പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മളൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ആ തക്കാളി നന്നായി ഉടഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ കുറച്ച് തൈര് ഒഴിക്കുകയാണ്.
അതൊരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ മസാല നന്നായിട്ട് ചിക്കനിൽ കോട്ട് ചെയ്ത് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നന്നായി മസാല മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോസാണ്, ടൊമാറ്റോ സോസാണ് ഇവിടെ ഒഴിക്കുന്നത്. അതും കൂടെ ഒഴിച്ചിട്ട് ഈ മസാല ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഈ ചിക്കൻ നന്നായിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റി കിട്ടണം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ദമ്മ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് ഒരു പഴയ ദോശക്കല്ലിൻ്റെ മുകളിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ ദമ്മ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ ചിക്കൻ വറുത്ത ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഗീയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും മസാലയും കൂടെ ഇതിലേക്ക് ഇടുവാണ്. എന്നിട്ട് ആ മസാലയുടെ മുകളിലേക്ക് റൈസ് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയും പിന്നെ കുറച്ച് നട്ട്സും കൂടെ ടോപ്പ് ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ഈ കറിവേപ്പില നിങ്ങൾ ഇടരുത്, മല്ലിയില ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഇടേണ്ടത്. കാരണം അതാണ് നമ്മുടെ ബിരിയാണിക്ക് ഫ്ലേവർ തരിക. പിന്നെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കി വെച്ച കുറച്ചും കൂടെ ചിക്കൻ ഉണ്ട്, അതും കൂടെ റൈസിൻ്റെ മുകളിൽ ടോപ്പ് ചെയ്യുക. പിന്നെ സെയിം പ്രോസസ്സ് തന്നെ, കുറച്ചും കൂടെ റൈസ് ഇട്ട് ലെവൽ ചെയ്തിട്ട് ഈ സെയിം നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്യുകയാണ്. ഇത് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഈ ദോശക്കല്ലിൽ തന്നെ ലോ ഫ്ലെയിമിൽ ഇരിക്കും. എന്നിട്ട് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു 10-15 മിനിറ്റ് ആ ചൂടുള്ള ദോശക്കല്ലിൽ തന്നെ ആ ഒരു ദമ്മിൻ്റെ പാത്രം ഇരിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ആ റൈസിലേക്ക് ചിക്കൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഞാൻ ദം ചെയ്യാറ്. അപ്പോൾ സെർവ് ചെയ്യുന്നവരെ നമ്മൾ ആ ഒരു ദോശക്കല്ലിൽ തന്നെ ആ ഒരു പാത്രം വെച്ചേക്കുക. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ബിരിയാണിയിൽ നിന്ന് വരുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.